നമസ്കാരം. ഡോക്ടർ പ്രമോദ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം, കഴിഞ്ഞൊരു ദിവസം ഒരു പേഷ്യൻറ്റിനെ ഞങ്ങളുടെ ഒ പിയിലോട്ട് റെഫർ ചെയ്ത് വന്നു. ഒരു ഓർത്തോപീഡിക്സ് ഡോക്ടർ, അസ്ഥി സംബന്ധമായിട്ടുള്ള ഒരു ഡോക്ടറെ ആ പേഷ്യൻ്റ് കണ്ടു. അദ്ദേഹത്തിന് കലശമായ നടുവേദന, ചെറിയ മരുന്നുകളൊക്കെ കഴിച്ചു. പക്ഷേ മരുന്ന് കഴിച്ചിട്ടൊന്നും ആ വേദന മാറുന്നില്ല. അപ്പോൾ എന്തായാലും നടുവേദന ആയതുകൊണ്ട് അസ്ഥിയുടെ ഡോക്ടറെ തന്നെ കാണാമെന്ന് വിചാരിച്ച് അദ്ദേഹം ഡോക്ടറെ കണ്ടു. ഡോക്ടറെ ടെസ്റ്റുകളൊക്കെ ചെയ്തു, നടുവേദനയുടെ ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്തു. ഒരു എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് എന്തോ ഒരു നട്ടെല്ലിൻ്റെ അവിടെ ഒരു ചെറിയ ഒരു ഓസ്റ്റിയോലൈറ്റിക് ലീഷൻ എന്ന് പറയുന്നത്, അതായത് നട്ടെല്ലിൻ്റെ ഒരു ഭാഗം ദ്രവിച്ചു പോകുന്ന പോലെ തോന്നി. അപ്പം അതുകൊണ്ടാണ് ഈ നടുവേദന ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതുപോലെ നട്ടെല്ലിൽ ആണ് ഈ അസുഖം കണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പ്രൈമറി കോസ് ചിലപ്പം ഇത് മൂത്രസംബന്ധമായിട്ടുള്ള അസുഖങ്ങളുമായിട്ട് ഉണ്ടാകാം. അപ്പോൾ അത് വെച്ചുകൊണ്ട് ഈ ഓസ്റ്റിയോ സ്ക്ലിറോസിസ് ലീഷൻ എന്ന് പറയുന്നത്, അതായത് കട്ടി കൂടി ഇരിക്കും ബോൺ നോക്കുമ്പോൾ, അത് സാധാരണയായിട്ടുണ്ടാകുന്നത് ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമായിട്ട് വരുമ്പോഴാണ്. അപ്പോൾ അദ്ദേഹം അത് കണ്ടതുകൊണ്ട് ഉടനെ യൂറോളജിയിലോട്ട് റെഫർ ചെയ്തതാണ്. ഇവിടെ വന്നു. അദ്ദേഹത്തിന് നല്ല നടുവേദനയുണ്ട്, കുനിയുകയും നൂരുകയൊക്കെ ചെയ്യുമ്പോൾ വേദനയുണ്ട്, കാലിലോട്ട് ചെറിയ വേദന വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതലായിട്ടുള്ള ഈ ടെസ്റ്റ് റിപ്പോർട്ടും എല്ലാം നമ്മൾ നോക്കിയപ്പോൾ എക്സ്റേയിലകത്ത് അത് എവിടുന്നോ ഏതൊരു സ്ഥലത്ത് തുടങ്ങിയ ഒരു ക്യാൻസർ ഇങ്ങോട്ട് വ്യാപിച്ചതാണെന്ന് നമുക്ക് മനസ്സിലായി. മലദ്വാരത്തിൽ കൂടെ നമ്മൾ പ്രോസ്റ്റേറ്റ് പരിശോധിച്ച് നോക്കിയപ്പോൾ നല്ല ഹാർഡ് ആൻഡ് ഫിക്സ്ഡ് പ്രോസ്റ്റേറ്റ്, അതായത് ഈ പ്രോസ്റ്റേറ്റ് വലുതായി കഴിഞ്ഞിട്ട് ഈ ബോണിനോട് അങ്ങ് ഫിക്സ് ചെയ്തിരിക്കുക. അപ്പോൾ അത് സാധാരണയായിട്ട് കാണുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിലാണ്. അപ്പോൾ നമ്മൾ ഉടനെ അതിന് വേണ്ടിയുള്ള ബയോപ്സി എടുത്ത് നോക്കിയപ്പോൾ ക്യാൻസറിൻ്റെ ഒരു സ്റ്റേജാണ്. കുറച്ചൊരു അഗ്രസീവ് ക്യാൻസർ ആയതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ബോണിലോട്ടൊക്കെ വ്യാപിച്ചത്. അപ്പോൾ അത് കണ്ടുപിടിച്ചു, പ്രോസ്റ്റേറ്റ് ക്യാൻസറാണെന്ന് കണ്ടുപിടിച്ചു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ വേദന കുറഞ്ഞു, പേഷ്യൻ്റ് വളരെ കംഫർട്ടബിളായി. അദ്ദേഹത്തിന് അസുഖമൊന്നും ഇല്ലാത്തതുകൊണ്ട് മൂത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. ഈ അസുഖം കണ്ടുപിടിച്ചു, ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയ ഉടനെ ഈ നടുവേദന കുറഞ്ഞു, ഏകദേശം നോർമൽ ലെവലായി 2 ആഴ്ച മരുന്ന് കഴിച്ചപ്പം. അപ്പോൾ ഈ PSA നോക്കി, PSA വളരെ 100-ൽ കൂടുതലായിരുന്നു. അത് ഒരു 3 ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് PSA കുറയാൻ തുടങ്ങി. അതിനർത്ഥം ഈ അസുഖം നമ്മൾ കൊടുത്ത ഈ ചികിത്സയ്ക്ക് റെസ്പോണ്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം. ഈ ഏത് സ്റ്റേജ് ആയാലും, ഇപ്പോൾ ഈ വന്നത് ഒരു സ്റ്റേജ് 4ലാണ് വന്നിരിക്കുന്നത്. സ്റ്റേജ് 4 ആണെങ്കിലും ഏത് സ്റ്റേജിലാണെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ചികിത്സിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം, ചിലപ്പോൾ അത് കംപ്ലീറ്റായിട്ട് സുഖപ്രദമാക്കുകയും ചെയ്യാം. പറയാനുള്ള ഒരു കാരണം, നടുവേദനയാണെന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പം ടെസ്റ്റുകളൊന്നും ചെയ്യാതെ നടുവേദനയായിട്ടുള്ള ചില മരുന്നുകൾ നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും, ചിലപ്പോൾ വേദന സംഹാരികൾ കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇതുപോലൊരു സ്റ്റേജ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒന്നിൽ കാലിന് മരവിപ്പ് വരികയാണ്, അല്ലെങ്കിൽ പാരാലിസിസ് പോലൊക്കെ വരിക, ആ ഒരു സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് നമ്മുടെ ബോഡിയിൽ വ്യാപിച്ച് കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ സിംറ്റം, നടുവേദനയാണെങ്കിൽ ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധമുള്ളതായിരിക്കുകയല്ല, ഒരു ഡോക്ടറെ കണ്ടിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇതുപോലുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്ന് മാത്രം നമ്മൾ ഉറപ്പാക്കണം. ഇങ്ങനെ അസുഖങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ഡോക്ടറെ കാണണം. ഏറ്റവും ഏർലി സ്റ്റേജിൽ അത് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് കംപ്ലീറ്റായിട്ട് ക്യൂർ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഇപ്പം നിലവിലുണ്ട്. നന്ദി, നമസ്കാരം.